ഹലോ. ഹലോ. ആ, ആ, ബാബു സാഹിബല്ലേ? അതെ. ആ, തിരക്കിലാണോ? ഞാന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോഗ്രാമിലാണുള്ളത്. ആണോ? ഒരു ഒരു 3-4 മിനിറ്റ് ജസ്റ്റ് സംസാരിക്കാന്. എന്താ ആവശ്യം? ഞാൻ പെരുമ്പാവൂരെന്നാണ്. എന്റെ പേര് ദർവിഷ് എന്നാണ്. എറണാകുളം സ്വദേശി. നാളെ എന്ത് ആ, സംസാരിക്കാനാണ്? ആ, താങ്കളുടെ ഈ അടുത്തൊരു മുഖാമുഖമായി ബന്ധപ്പെട്ടൊരു വിഷയം സംസാരിക്കാനായിരുന്നു. ഫ്രീ ആവുമ്പോൾ വിളിച്ചാൽ മതിയോ? അതോ ഇപ്പൊ 2-3 മിനിറ്റ് അല്ല, സംസാരിക്കും? അവിടെ ഒരു അനൗൺസ് നടക്കുന്നുണ്ട്. അപ്പൊ സംസാരിച്ചോളൂ. ഇൻഷാല്ല. അപ്പൊ ഞാനും വിസ്റ്റം അനുഭാവി ആയിരുന്നു. ഒരു ആ 7 കൊല്ലത്തോളം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു പ്രവർത്തകനായിരുന്നു, സ്റ്റുഡൻസ് ആ വിങ്ങില്. ഞാൻ ആ ചെറിയ പ്രായക്കാരനാണ്, ബിടെക്. ഞാൻ ഇവിടെ കൊച്ചിയിൽ മുഖാമുഖത്തിൽ ചോദിച്ചിരുന്നു ചോദ്യം. അപ്പൊ ശ്രദ്ധിച്ചാണോ? ഞാനൊരു ഞാൻ കണ്ടു. ഞാനൊരു വരണം എന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ആ ആ ആ ആ പറ്റിയില്ല. ഇൻഷാല്ല. അപ്പൊ ഞാൻ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ഒരു ഇസ്തിസ്കയില് സെക്കൻഡ് ഞാൻ നെറ്റ് ക്യാൻസൽ ചെയ്ത നെറ്റ് ഓഫ് ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ. നമ്മുടെ ശരിക്കും നമ്മളെ ഈ KNM വിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസില് വരുന്നത് ഷിർക്ക് അല്ലാത്തൊരു സംഗതി അവർ ഷിർക്കാക്കിയല്ലോ KNM-മാര്. അതെ അപ്പൊ അതടിസ്ഥാനത്തിലാണല്ലോ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന് അവരുമായി വിട്ടു നിൽക്കേണ്ടി വന്നത്. അതെ. അപ്പൊ സമാനമായൊരു പ്രശ്നം അവരിലും ഉണ്ട് എന്നാണ് എന്റെ പഠനത്തിൽ മനസ്സിലാക്കിയത്. അത് താങ്കളെ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ വിഷയമായിട്ട് ആരതില് വിസ്തത്തിലോ? വിസ്റ്റത്തിൽ ആ വിഷയമുണ്ട്. അതായത് ആ ഞാൻ ആ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇസ്തിസ്കയിൽ ആ ഉമ്മത്തിക്ക എന്ന സംഭവം ഉണ്ടല്ലോ. അതെ. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സലഫി പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഷിർക്ക് കണ്ടിട്ടില്ല. അവരത് ബിദ്അത്തും അതുപോലെ തന്നെ ഈ വസീലത്തു ഷിർക്കും എന്നാണ് സലഫി പണ്ഡിതന്മാർ അതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അതെ. അപ്പൊ അവിടെ അവര് കേവലം ടെക്സ്റ്റ് മാത്രല്ല, അതായത് ഈ ഖബറിൽ ഈ അമ്പിയാക്കളും മൗലിയാക്കളും ഹയാത്തിലുണ്ട് എന്നും അവര് നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യും എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് ഖബറിനരികിൽ വന്ന് തേടിയാൽ അത് ദരിഅത്തുനിൽ ഷിർക്ക് എന്നാണ് ഷെയ്ഖ് ഇബ്നു തൈമിയുടെ കിതാബുകൾ കാണാൻ സാധിക്കുന്നത്. അതെ. അതെ. അപ്പൊ ആ വിഷയമാണ് ഞാനവിടെ ചോദിച്ചത്. കാരണം ഫൈസൽ മൗലവി എന്നെ മുമ്പ് 2013 കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായ സന്ദർഭത്തിൽ, അതായത് റബ്ബദാരിയുമായി ബന്ധപ്പെട്ടൊരു വിവാദം ഉണ്ടായ സന്ദർഭത്തിൽ ഫൈസൽ മൗലവി വ്യക്തമാക്കിയിരുന്നു എന്ത്, ഈ ഇസ്തിസ്കയിൽ ഉമ്മത്തിക്കയും നാരി സ്വലാത്തും നമ്മെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് തന്നെയാണ്. അതിൽ ഈ ഇസ്തിസ്കയുടെ ടെക്സ്റ്റ് തന്നെ ഷിർക്കാണ്. കാരണം അങ്ങനെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റസൂലുള്ള കേൾക്കും, റസൂലുള്ള സാന്നിധ്യം അറിയും എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഒരാൾ അങ്ങനെ പോവുള്ളൂ. അങ്ങനെയാണ് ഫൈസൽ മൗലവി പറഞ്ഞത്. അത് റജുലിന്റെ വിഷയം അവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഒരാൾ ഖബറിങ്കിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആൾക്ക് എന്ത് ചെയ്യണം? അവിടെ അങ്ങനെ അബോധിക വിശ്വാസം വാജിബായി തന്നെ ഉണ്ടാവണം. അല്ലെങ്കിൽ കേവലം വിളിയെ പറ്റി നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കേവലം ഒരാൾ പോയിട്ട് യാ റസൂലല്ലാഹ് വിളിക്കാൻ അയാൾക്ക് തലക്ക സുഖമില്ലാത്ത ആളായിരിക്കണം. അതെ. അവിടെ കൃത്യമായിക്കൊണ്ട് പണ്ഡിതന്മാർ അതൊക്കെ എടുത്തു കൊടുത്തത് ഈ ഒരു സംഗതിയോട്. കാരണം അത് സലഫി പണ്ഡിതന്മാർ ചില ഫത്വകൾ പരിശോധന സന്ദർഭത്തിൽ ഈ മരിച്ചവർ കേൾക്കും, അതായത് ഖബറിനരികിൽ വന്നാൽ മരിച്ചവർ കേൾക്കുന്ന ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് പക്ഷെ ഈ ഇനി കേട്ടെങ്കിൽ തന്നെ നമുക്കത് എന്ത് ചെയ്യണ റീസൺ അല്ല, സബബല്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ സംഭവം നമ്മുടെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അത് ഷിർക്കാണെന്നാ പറഞ്ഞത്. ഈ വിശ്വാസത്തിലാണ് അവിടെ ചെന്ന് ചോദിക്കുന്നെങ്കിൽ ഷിർക്കാണെന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഒടുനീളവും അത് പറയുന്നത് ഷിർക്കല്ല എന്നാണ്. ഇനിയിപ്പോ സലഫി നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അതായത് ഈ നാരിയത്ത് സ്വലാത്തിന്റെ വിഷയത്തിലും ഈ ഇസ്തിസ്കയിൽ ഉമ്മത്തിക്ക എന്ന് പറഞ്ഞ ഈ സംഭവത്തിലും വിസ്റ്റം പണ്ഡിതന്മാർക്ക് ഇപ്പോഴും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിട്ടില്ല, മനസ്സിലായിട്ടില്ല. പക്ഷെ ഫൈസൽ മൗലവി അതിൽ നിന്ന് വിഭിന്ന, അതായത് സക്കരിയ സ്വലായി, ലബ്ബ ദാരിമി, ജബ്ബാർ മൗലവി, അതിൽ അവര് മരിച്ചുപോയി. ഇനി നൂറുദ്ദീൻ ലബ്ബാദാരിമി മാത്രം ബാക്കിയുണ്ട്. അവിടെ ലബ്ബാദാരിമി പറയുന്നു, ഫൈസൽ മൗലവി പറഞ്ഞു, ഞാനും അതേ വിശ്വാസക്കാരനാണ്. അത് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ നാടുകളില് ഇപ്പൊ ഈ വിഷയം വരുമ്പോ ഈ കുത്തുബിയത്തിലാണല്ലോ ഈ ജിന്നുകളെ വിളിക്കുന്ന വിഷയത്തിൽ സമസ്തക്കാര് മാത്രമല്ല അങ്ങനെ ചെയ്യുന്നുള്ളൂ. ജിന്നുകളെ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും എന്ത് ചെയ്യരുതായിരുന്നു, ആ ഒരു ഇഷ്കാലിടുന്ന വിഷയം ചർച്ച കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം അങ്ങനെ KNM തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ. നമ്മളെ സംഘടന പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിലും ആ KNM എന്ത് കാര്യമാണോ ചെയ്തത് അതേ കോലത്തിലേക്ക് ഇപ്പൊ വിസ്റ്റം ഇസ്ലാമിക് കുറച്ച് എത്തിപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ വിഷയം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഞാൻ എന്റെ ലൂഫും മറ്റൊന്നല്ല ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഷിർക്കല്ലാത്തൊരു സംഗതി ഷിർക്കാണെന്ന് പറഞ്ഞാൽ അത് ഷിർക്ക് ചെയ്യുന്നതിന് തുല്യം തന്നെയാണ്. കാരണം ഷിർക്ക് ആദനബിയുടെ കാലം മുതലേ ഷിർക്ക് എന്താണെന്നുള്ള ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഷിർക്ക് അല്ലാത്തതും പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പുതിയൊരു ഷിർക്ക് ഒരിക്കലും വരൂല. പിന്നെ ഷിർക്ക് ഉണ്ടാകുന്ന കർമ്മത്തിലല്ല ആദ്യം ഉണ്ടാവുക, അത് സെക്കൻഡ് ഉണ്ടാവുക. ഈ എഴുത്തിക്കാതെ വിശ്വാസത്തിലാണ് ആദ്യം ഷിർക്ക് വരിക. തീർച്ചയായിട്ടും ഇത് പലർക്കും അറിയില്ല.
അപ്പൊ ആ വിഷയത്തില് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് ആ വിഷയത്തിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് ഈ വിഷയത്തിൽ അബദ്ധമാണ്. കാരണം വെച്ചാൽ ഷിർക്കല്ലാത്തൊരു സംഗതിയാണ് നാരിസലാത്ത് വിഷയത്തിലും ഈ വിഷയത്തിലും അപ്പൊ അത് വളരെ ഗൗരവമാണല്ലോ. ഇവരെങ്ങനെയാണ് ഈ പറയപ്പെട്ട ഈ രണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഓഡിറ്റോറിയം മുഖാമുഖം ഞങ്ങളെ നാടിന്റെ അടുത്തുണ്ടായിരുന്നു. വിസ്ഡം വിഭാഗത്തിന്റെ എന്റെ വീടിന്റെ അടുത്ത് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ താങ്കൾ ഈ പറഞ്ഞ രണ്ട് വിഷയം ഞാൻ അതിൽ ചോദിക്കണം എന്ന് കരുതി. കാരണം അതില് പിന്നെ നമ്മളെ ദമാമിലുള്ള മദീനയൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പൊ ഞാൻ ചോദിക്കണം എന്ന് കരുതി. പക്ഷെ എനിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ വീട് പണി അങ്ങനെ ചില സമയത്തിരക്കൊക്കെ ഉണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. പക്ഷെ ഞാൻ വിസ്ഡത്തിനോട് താല്പര്യമുള്ള ഒരാളും വിസ്ഡത്തിന് വേണ്ടി ഒരുപാട് കാലം പ്രവർത്തിക്കുകയും ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാൻ പരസ്യമായിട്ടുള്ള കൊച്ചിയിൽ വന്നിട്ട് അതിൽ പരസ്യ മുഖാമുഖത്തിൽ ഇത് രണ്ടും ചോദിക്കുമ്പോൾ എന്റെ ഒരു സംസാരം കൊണ്ട് വിസ്ഡത്തിന് ഒരു ഇമേജ് ദോഷം വരണ്ട, കേരളക്കാരെ അതൊരു ക്ലിപ്പ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യാ ഓഡിറ്റോറിയത്തിൽ സ്വകാര്യമായിട്ട് വരുമ്പോ അത് സംശയം ചോദിക്കണം എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ലോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്നമെന്നോ വിസ്റ്റൊന്നോ അല്ലല്ലോ ഇവിടെ ഹക്കായിട്ട് പറയാൻ വ്യക്തമായി പറയുന്നുണ്ട് ആ വിഷയത്തില്. അതായത് ഒരു അറിവ് പറഞ്ഞ രണ്ട് കാര്യം ഇൻഷാല്ല ഈ പറഞ്ഞ രണ്ട് കാര്യം ഉണ്ടല്ലോ എന്റെ മനസ്സിലുള്ള കാര്യമാണ്. ഇൻഷാല്ല അതിനൊരു ക്ലാരിഫിക്കേഷൻ ചോദിക്കണം എന്നുള്ള എന്റെ ആഗ്രഹം ഞാൻ ധൈര്യമായിട്ട് ചോദിക്കും. തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ ചോദിക്കും. തീർച്ചയായിട്ടും. കാരണം ഞാൻ സംഘടനയിൽ ഉണ്ടായിരുന്നുള്ള നമുക്ക് സംഘടനാ വികാരങ്ങളും സംഘടനാ രീതികളും നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ബേസ് നമ്മുടെ മനസ്സിൽ എന്നും കിടക്കും. കാരണം ഇതിന് ഒരു നിലക്ക് ഉത്തരം വരുന്നില്ല. എന്തൊക്കെ തേച്ച് വെച്ചാലും ഈ ഒരു സംഗതി അവിടെ കൃത്യമായിട്ട് നിലകൊള്ളുന്ന കാലത്തോളം സുന്നത്ത് ജമാഅത്ത് പറയാൻ കഴിയൂലല്ലോ. അത് വളരെ പ്രശ്നമാണ്. ഈ സംഘടനയുടെ ബേസ് തന്നെയാണ് തെറ്റിക്കുന്നത്. മറ്റേതാണ് കുഴപ്പമില്ല, ഫിഖ്ഹി വിഷയങ്ങൾ നമുക്ക് കുഴപ്പമില്ല, കൈകെട്ടല് കൈതാത്തല് അതൊന്നും വിഷയമുള്ള കാര്യമില്ല. പക്ഷെ ഈ വിഷയം ബേസാണ്. കാരണം ഷിർക്കല്ലാത്തൊരു സംഗതി ഷിർക്കാക്കി എന്നതിന്റെ പേരിൽ കേന്നമാര് മുങ്ങി താഴ്ന്നു എന്ന് പറയുന്ന അതേ അവസ്ഥയിലാണ് വിസ്റ്റുള്ളത്. പക്ഷെ എന്തുകൊണ്ട് പറ്റിപ്പോയി അല്ലാഹു അഅലം. ചില സംഘടനയിൽ സക്കരിയ സുലൈ ആദ്യകാലങ്ങളിൽ പറഞ്ഞ ഉലമാ മേലെ വരണം ഉമറാക്കൾ താഴെ വരണം എന്ന വിഷയം എടുക്കാത്തതുകൊണ്ടാണോ അല്ലാഹു അഅലം നമുക്കറിയില്ല. അതായത് അബ്ദുൽ ജബ്ബാർ മൗലവി ഒക്കെ എന്ന് പറഞ്ഞ പള്ളി ദർശനത്തിലൊക്കെ പഠിച്ചു വന്ന നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. പിന്നെ നൂറുദ്ദീൻ ലബ്ബാദാർമിയും പുറത്ത് നിർത്തുകയാണ്. അതിൽ തന്നെ ഇപ്പൊ ഞാനിപ്പോ അടുത്ത് പലരായിട്ട് സംസാരിച്ചു. പിന്നെ ലബ്ബാദാർമി എന്റെ വളരെ അടുപ്പുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും. പിന്നെ സക്കരിയ സ്വലാഹിനും നല്ല ഇൽമുള്ള ഒരാളെ മരിച്ചും പോയി. അപ്പൊ ഞാൻ ലബ്ബാദാർമിയായിട്ട് സംസാരിച്ച സങ്കടം വന്നു സക്കരിയ സ്വലാഹിന്റെ കാര്യം പറഞ്ഞപ്പോ. ഇന്നിപ്പോ അതില് പറഞ്ഞാല് ഇൽമിയ കുഞ്ഞോമും അതിനെ പിന്നെ കുറച്ചുള്ളത് മൂപ്പര് അത്ര പോരാ. അതായത് സ്ട്രെങ്ത് ഇല്ല, ഗഡ്സ് ഇല്ല. കാരണം ഈ വിഷയം കൈകാര്യം ചെയ്തത് മെയിൻ ആയിട്ട് ഫൈസൽ മൗലവി, സക്കരിയ സ്വലാഹി, ലബ്ബാദാരിമി, അതുപോലെ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി കുറച്ച് ആളുകളാണ് ഈ വിഷയം. അതായത് വിസ്ഡം ഈ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ചക്ക് മറ്റു തണുത്ത വെള്ളം കാണുമ്പോ ഭയം എന്ന് പറഞ്ഞില്ല. ആ ഒരു ഭയം ആർക്കുണ്ട്? വിസ്ഡത്തിനുണ്ട്. ഇത് പറഞ്ഞ KNM എന്ത് പ്രതികരിക്കും? തീർച്ചയായിട്ടും. അതാണ് ഭയം. അതുകൊണ്ട് പരസ്യമായി നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് പരസ്യം നമ്മൾ ഈ സംസാരിച്ച കാര്യമുണ്ടല്ലോ ആ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്റെ PM വിടുന്നുണ്ട്. കാരണം ഞാൻ ഈ ഒരു കാര്യം മെയിൻ ആയിട്ട് അവിടെ ഫോക്കസ് ചെയ്തത് ആ മുഖാമുഖത്തിൽ കൊച്ചി മുഖം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം സംഗതി പക്ഷെ അത് അവർ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. നിങ്ങളെ പേരും PM ഇടണം കേട്ടോ. ഞാനിപ്പോ ഇവിടെ എന്താ വെച്ചാല് KC വേണുഗോപാലും മുല്ലപ്പള്ളി രാമചന്ദ്രനും പങ്കെടുക്കുന്നപ്പോ വൈകാതെ തുടങ്ങും. ആരോ പിന്നെ നെഹ്റു പിന്നെ ഒരു അവാർഡ് കൊടുക്കുകയാണ് നെഹ്റുവിന്റെ പേരിലുള്ള ഒരു പരിപാടിയിലാണ്. തീർച്ചയായിട്ടും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ആയിക്കോട്ടെ. ഞാൻ സൗകര്യം പോലെ ബന്ധപ്പെടുന്നത് ചില വിഷയങ്ങൾ സൗകര്യം പോലെ ബന്ധപ്പെടേണ്ട. ആയിക്കോട്ടെ. ഓക്കെ.